അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. ഇവിടെ ഉണ്ടാക്കി തരാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ മാവൊക്കെ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള മാവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നേരെ ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദോശയ്ക്ക് കറി വേണമല്ലോ. അങ്ങനെ ചമ്മന്തിക്കറി വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിസാഹസികമായിട്ട് ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയും കൂടെ അങ്ങ് തിരുമാന്ന് വിചാരിച്ചു. അതാകുമ്പം ഒരു സമയം തന്നെ 2 ജോലികൾ അങ്ങ് കഴിയുമല്ലോ. തേങ്ങ തിരുമുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ദോശ അപ്പുറത്ത് കിടന്ന് കരിയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടുന്നുണ്ട്. അവിടെ പോയി ദോശ ഓരോന്നുണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് വന്ന് തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ പൊളിച്ചെടുത്ത് ഉള്ളിയും പിന്നെന്തുമായിരുന്നു, വേറൊന്നും വേണ്ട കേട്ടോ, ഉള്ളി മതി. ഉള്ളിയും മുളക് പൊടിയും കൂടി ഇട്ടാണ് ഞാൻ ചമ്മന്തിക്കറി വെക്കുന്നത്. ചുമന്ന ചമ്മന്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കാന്താരി ഒന്നുമില്ല. കാന്താരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാന്താരി ഇട്ടുള്ള ചമ്മന്തിക്കറിയാണ് വെക്കാറുള്ളത്. അങ്ങനെ ചമ്മന്തിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിക്കകത്ത് ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മിക്സിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് അരയ്ക്കാൻ തുടങ്ങി. ചമ്മന്തിക്കറിക്കുള്ള സാധനം എല്ലാം റെഡി ആയിട്ട് നമ്മുടെ ദോശ ചുടിയിൽ ഇവിടെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണമല്ലോ, അതുകൊണ്ട് ആണ് ഇത്ര സമയം എടുക്കുന്നത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പുറത്തെ സ്റ്റൗ കത്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചമ്മന്തിക്കറി അങ്ങ് ചേർത്തേക്കാം. അങ്ങനെ ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് 2 ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കുലുക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തായിരുന്നു. കാരണം നമ്മൾ കറിയാണല്ലോ വെക്കുന്നത്, ഇല്ലെങ്കിൽ ഭയങ്കര കുറുകിയിരിക്കും, ചാറ് കിട്ടത്തില്ല. അങ്ങനെ ഒരു സൈഡിൽ ചമ്മന്തിക്കറി റെഡി ആയപ്പോഴത്തേക്കിനും മറ്റേ സൈഡിൽ ദോശ ചുടിയിൽ ഏകദേശം കഴിഞ്ഞായിരുന്നു. അങ്ങനെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് പോകാം. അത് വേറൊന്നുമല്ല, ഈ കുപ്പി കഴുകൽ തന്നെയാണ്. കണ്ടില്ലേ, ഇത്രയും കുപ്പികൾ കഴുകിയെടുക്കണം. രാവിലെ പാലും കൊണ്ട് ഇനി വേണം പോവാനെ കൊണ്ട്. ആദ്യം ബ്രഷ് ഉപയോഗിച്ച് തേച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ സോപ്പും കൂടി ഇട്ടാണ് കഴുകിയെടുക്കാറുള്ളത്. ഈ രാവിലെ കുപ്പി കഴുകുന്ന പരിപാടി കുറച്ച് അധികം സമയം എടുക്കുന്നത് തന്നെയാണ്. കാരണം ഇത്രയും കുപ്പി കഴുകണ്ടേ. അങ്ങനെ കുപ്പി കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒഴിച്ചെടുക്കണം. അതായത് പാല് കുപ്പികളിലെല്ലാം ഒഴിച്ച് നിറച്ച് വെക്കണം. എന്നിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഇല്ല. മുടിയൊക്കെ അങ്ങോട്ട് വാരി കെട്ടുക, കുറച്ച് പൗഡർ ഇടുക, പിന്നെ ഒരു പൊട്ട് തൊടുക, ലിപ് ബാം ഇടുക, ഇച്ചിരി ലിപ്സ്റ്റിക് ഇടുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അങ്ങനെ കുപ്പിയിൽ ഒഴിച്ച് വെച്ച പാലെല്ലാം കൂടെ സഞ്ചിക്കകത്താക്കിക്കൊണ്ട് ഞാനങ്ങ് ഇറങ്ങി. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഈ വഴികളിലെല്ലാം ഉള്ള മിക്ക വീടുകളിലും കൊടുക്കണം പാല്. അങ്ങനെ എല്ലായിടവും കൊടുത്ത് ഞാൻ എന്തായാലും തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അടുത്ത ഡ്യൂട്ടി തുടങ്ങി. വേറൊന്നുമല്ല, ചോറ് വെക്കണം. അങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതായത് തലേന്നത്തെ ചാരമൊക്കെ അവിടെ കിടക്കുമല്ലേ, അങ്ങനെ അവിടെ എല്ലാം തുടയ്ക്കുമല്ലോ, തൂത്തൊതുക്കിയെല്ലാം വൃത്തിയാക്കിയിട്ട് ഇച്ചിരി പത്രപ്പേപ്പർ എടുത്ത് തീ അങ്ങ് കത്തിച്ച്. കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയായി തീ കത്തിക്കുന്നേ, പെട്ടെന്ന് അണഞ്ഞു പോകാറുണ്ട്, എന്തുവാ ചെയ്യേണ്ടതെന്നൊക്കെ. ഇവിടെ ഞങ്ങൾ ചുള്ളിക്കമ്പ് ഉപയോഗിച്ചാണ് കത്തിക്കാറുള്ളത്, അണഞ്ഞു പോകാറില്ല. കലത്തിൽ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടങ്ങ് വെച്ച് അടുപ്പയിൽ. ഇനി അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ, അതുവരെ തീ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ആ സമയം കൊണ്ട് ഫുഡ് കഴിക്കുക. ഞാനൊരു 2-3 ദോശയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനന്ന് ഇങ്ങനെ ഓരോ ദോശയുടെ ഇങ്ങനെ ലെയറായിട്ടാണ് കറി ഒഴിക്കാറ്. അങ്ങനെ ഒഴിച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോഴത്തേക്കും ഞാൻ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് തീയൊന്ന് ഇച്ചിരി കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടായി, അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ അരി അങ്ങിടാം. അങ്ങനെ ചുമന്നരിയാണേ, കുത്തരി. അത് കഴുകി ഇട്ട് 2-3 വെള്ളം കഴുകണം. ഭയങ്കര ഒരു വിഴുവിഴുപ്പായിരിക്കും എത്ര കഴുകിയാലും ഒരിതാ. അങ്ങനെ ഒരു 3-4 ഈട് വെള്ളം കഴുകാറുണ്ട്. എന്നിട്ടാണ് ഇടുന്നത്. അടുത്ത മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ മുറ്റം തൂപ്പാണ്. അത് ഒത്തിരി ഉണ്ട് തൂക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചുറ്റിനും റബ്ബറും തോട്ടത്തിൻ്റെ നടുക്കാണ് ഞങ്ങളുടെ വീടിരിക്കുന്നത്. ആ റബ്ബർ മാത്രമല്ല, ഈ പറയുന്ന വട്ടയും പേരയും പ്ലാവും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കരിയിലയാണ്, എന്നും തൂക്കുകയും വേണം.
ഞാൻ ഈ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നതിനാ പട്ടികൾ കിടന്ന് ബഹളം വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂലെടുത്ത് ഞാൻ എപ്പം മുറ്റം തൂക്കാൻ ഇറങ്ങിയാലും അവർ ഭയങ്കര ബഹളമാണ്. അവരുടെ അടുത്ത് പോയി നിന്ന് കുറച്ച് നേരമൊക്കെ സംസാരിക്കാനൊക്കെയാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്. ഈ ചപ്പെല്ലാം കൂടെ തൂത്തുവാരി അങ്ങ് താഴെ റോഡിൻ്റെ അപ്പുറത്താണേ കൊണ്ട് കളയുന്നത്. അപ്പോഴത്തേക്കിനും കോഴികളെല്ലാം ഹാജരായിട്ടുണ്ട് അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉണക്കൊക്കെ ആയല്ലോ, അപ്പോൾ എൻ്റെ ചെടിയൊക്കെ വാടിപ്പോവും എന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ എന്തായാലും എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട് ചെടിക്കെല്ലാം. അപ്പോൾ ഇത്രയും ചെടികളേ ഉള്ളൂ, ബാക്കിയൊക്കെ കുറേയൊക്കെ കരിഞ്ഞു പോയി. നോക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. ഇപ്പം ഞാൻ ഓരോന്നായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരിക. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത്രയും ചെടിയുണ്ട്. അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ പുതിയ ചെടിയൊക്കെ നട്ടതൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി അതൊക്കെ വളർന്ന് വരണം. അങ്ങനെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും പപ്പയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ബീഫെല്ലാം അരിഞ്ഞൊക്കെ കൊടുത്ത്. ഇവിടെ അങ്ങനെയാണ് പണ്ട് തൊട്ടേ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് ചെയ്യാറുള്ളത്. പപ്പയാ ഇവിടെ മീനൊക്കെ വലിയ മീനൊക്കെ വന്നു കഴിഞ്ഞാൽ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എല്ലാം അരിഞ്ഞ് സെറ്റാക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ അടുക്കളയിലെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാത്രം കൂടെ അങ്ങ് കഴുകി വെച്ചേക്കാം, കാരണം എനിക്കിനി അതും കൂടെ ഉള്ളൂ ജോലി. അങ്ങനെ ഞാനെങ്കിൽ ഉള്ള പാത്രമൊക്കെ പറക്കിക്കൊണ്ട് അങ്ങ് ഇറങ്ങി മുറ്റത്ത് വെച്ചിട്ടാണ് ഈ പാത്രമൊക്കെ കഴുകുന്നത്. അകത്ത് അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഈ കെട്ടൊക്കെ ഞങ്ങൾ കെട്ടിയെടുത്തതാണ് ഇവിടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. നിലത്തിരുന്നൊക്കെ കഴുകുമ്പോൾ ഭയങ്കര നടുവേദനയൊക്കെ എടുക്കും. അപ്പം നിന്നോണ്ടങ്ങ് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് കഴുകി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാണ് ഇതൊക്കെ. കുറച്ചധികം പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഈ പൈപ്പിൻ്റെ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അന്നേരം ഉള്ള പാത്രം കഴുകി വെക്കാനുള്ളത് ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ പ്രാവശ്യമായിട്ടേ കഴുകത്തുള്ളൂ. അങ്ങനെ ചെയ്യൊന്നും ചെയ്യരുത്, എന്നാൽ പോലും ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ക്വാർട്ടേഴ്സിലല്ലേ താമസിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് കിണർ മാതിരിയുള്ളൊരു വലിയൊരു കിണറാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പൈപ്പൊന്നും വെക്കാത്തത്. ഇനിയിപ്പോൾ വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, വെച്ചാൽ ഭാഗ്യം. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകിയപ്പോഴത്തേക്കിനും ബീഫ് കറി വെക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബീഫ് വേവിച്ചവിടെ വെച്ചു, പിന്നെ ചേരുവകളെല്ലാം വെച്ചു. പിന്നെ പപ്പയ്ക്ക് 2 കപ്പ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പയ്ക്ക് വേണ്ടി മാത്രം ഒരു കപ്പയും പൊളിച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുപ്പത്താണേ വെക്കുന്നത്. ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടും ഉണ്ട്, കറി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനും പപ്പയും കൂടെ ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പയും ഞാനും കൂടാണ് അടുപ്പയിലെ തീയൊക്കെ കത്തിച്ച് ഫ്രൈ വെക്കുന്നത്. നല്ല സൂപ്പറായിട്ട് പപ്പ ഫുഡൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. അടുക്കള ഭരണം അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തേക്കിനുള്ള സാധനം 2 ദിവസം കൊണ്ട് തീർത്ത് തരും കക്ഷി. വെളിച്ചെണ്ണ എന്ത് സാധനം ആണെങ്കിലും ഇച്ചിരി ഏറെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാണ്, എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനങ്ങ് ചാക്കിട്ടതാണ് നമുക്ക് വെക്കാമെന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും വിളിച്ചപ്പോഴേ വന്ന്. അങ്ങനെ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, നല്ല വെയിറ്റാണ്. അപ്പം ഇതിൽ വെച്ചിട്ട് അടുപ്പേ വെച്ചിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നന്നായിട്ട് മൊരിച്ചൊക്കെ എടുത്ത് എന്തുവാന്ന് അങ്ങനെയൊക്കെ എടുത്തിട്ട് ബീഫും കൂടി ഇട്ട് അതിനകത്ത്. അപ്പോൾ ഇളക്കാനുള്ള സൗകര്യം ഇച്ചിരി കുറവായിരുന്നേ. ഇങ്ങനെ കണ്ടോ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇളക്കുന്നത്. അന്നേരം അമ്മയെ വഴക്കൊക്കെ പറഞ്ഞ് ചട്ടി വലുതില്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ചട്ടി ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ തന്നെ അമ്മച്ചട്ടിയുണ്ട്, വലിയ ചട്ടി. അങ്ങനെ അതിനകത്തോട്ട് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ബീഫ് അതിനകത്തോട്ട് അമ്മ തട്ടി തന്നു. പിന്നെ തട്ടി തന്നതേ ഉള്ളൂ, പിന്നെ അമ്മയെ നിർത്തിയൊന്നുമില്ല. പിന്നെയും പപ്പ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെയുള്ള ചേരുവകളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല സെറ്റപ്പാക്കി എടുത്ത് കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇത് നല്ല ഫ്രൈ ആയിട്ട് നല്ല മൊരിഞ്ഞ് വരുന്നത്. പിന്നെ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ പണികളും ഒരു സൈഡിൽ ബീഫ് ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.